ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാനായിട്ട് പോകുന്നത്. നല്ല അടിപൊളി എപ്പിസോഡാട്ടോ. നാളെ അലീനയ്ക്ക് അങ്ങനെ ബോധം വന്നേക്കാണ്. അങ്ങനെ അലീനയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശർമ്മ ഡോക്ടർ നമ്മുടെ ബാലചന്ദ്രനോട് വന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. അവൾ എന്തെങ്കിലും സംസാരിച്ചോ, എനിക്ക് അവളെ കാണാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോട് ചോദിക്കുമ്പോൾ അതിനൊന്നും ആയിട്ടില്ല, ജസ്റ്റ് കണ്ണ് തുറന്നു, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കുറച്ച് സമയം എടുക്കും. എന്താണെങ്കിലും പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറയാണ് ഡോക്ടർ. എന്താണെങ്കിലും അലീനയ്ക്ക് ബോധം വന്നു എന്നുള്ള കാര്യം തന്നെ ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. ആ സമയത്താണ് മനു അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത് കേട്ടോ. അങ്കിളെ ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മനു ഇങ്ങോട്ടേക്ക് പോര്, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ ഉണ്ട് ഞാൻ എന്ന് പറയാണ്. അങ്ങനെ മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ എന്തായി, അലീനയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബ്ലഡൊക്കെ ഇവിടുന്ന് എടുത്തു, ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബ്ലഡ് ഇവിടെ കൊടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെയാണെങ്കിൽ അവൾ കണ്ണ് തുറന്നിട്ടുണ്ട്, തൽക്കാലം അത്രയും ആശ്വാസം ഉണ്ടെന്ന് പറയാണ് ബാലചന്ദ്രൻ. അത് കേട്ടപ്പോൾ മനുവിനും ഭയങ്കര സമാധാനം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്നാലും മംഗളെ ആരായിരിക്കും അവളെ കുത്തിയത്, എന്തിനായിരിക്കും, ഒരു ഉത്തരവും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഉത്തരം പോലീസ് കണ്ടെത്തിക്കോളും, നീ ഏതായാലും പോലീസ് വരട്ടെ, അവരന്വേഷിക്കട്ടെ എന്ന് പറയാണ് ബാലചന്ദ്രൻ മനുവിനോട്. അതേസമയം പിന്നീട് കാണിക്കുന്നത് ഹരിയും രോഹിത്തും കൂടെ മീറ്റ് ചെയ്യുന്നതാണ്. രോഹിത്തിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ എങ്ങോട്ട് പോകും, എങ്ങനെ വീട്ടിലേക്ക് പോകും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ ആവണം. അതേസമയം ബാലചന്ദ്രൻ രോഹിത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിന്നെ ആരെങ്കിലും വിളിച്ചോ, എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ല എന്ന് പറയുകയും ബാലചന്ദ്രൻ കാര്യങ്ങളൊന്നും പറയാതെ ഫോൺ കട്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. അങ്ങനെ ഹരിയും രോഹിത്തും കൂടെ വീണ്ടും മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യൂടാ, നമ്മൾ എങ്ങോട്ടേക്ക് പോകും, എന്താ ഇനിയിപ്പോൾ ചെയ്യുക, അടുത്ത വഴി എന്താണെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എനിക്ക് വീട്ടിലേക്ക് പോകാൻ പേടിയാവുന്നു, എന്തെങ്കിലും സൂചന ആർക്കെങ്കിലും കിട്ടുമോ, അവൾ ഇനി ബോധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേര് പറയുമോ, പോലീസ് നമ്മളെ പിടിക്കുമോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ട് നടക്കുകയാണ്. രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഹരി പറയുന്നുണ്ട്, എന്തായാലും അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല, അവൾ രക്ഷപ്പെടും. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, രക്ഷപ്പെട്ട് കഴിഞ്ഞാലും ആകെ പ്രശ്നം തന്നെയല്ലേ, നമ്മൾ പെട്ടുപോവില്ലേ, അവളെങ്ങാനും നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, എന്താണെങ്കിലും കൊലപാതക കേസിൽ നിന്ന് നമ്മൾ ഒഴിവായല്ലോ, അവൾ രക്ഷപ്പെട്ടത് കാരണം എന്ന് പറയാണ്. അപ്പോൾ കൊലപാതക കേസിൽ നിന്നല്ലേ ഒഴിവായിട്ടുള്ളൂ, അവളെങ്ങാനും നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മുടെ വീട്ടിൽ നിൽക്കും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ രോഹിത്തിനും ഭയങ്കര വിഷമം ടെൻഷനൊക്കെ ആവാണ്. എന്താണെങ്കിലും നോക്കാം, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ രണ്ടുപേരും പിന്നെ വീട്ടിലേക്ക് പോകുന്നില്ല. രോഹിത്തിന് വീട്ടിലേക്ക് പോകാൻ പേടിയായിട്ട് വീട്ടിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഹരിയാണെങ്കിൽ രോഹിത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഹരിക്ക് കൊല്ലപ്പള്ളിയിലേക്ക് പോകാം. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എടാ എന്നാൽ നീ വീട്ടിലേക്ക് വാ, കൊല്ലപ്പള്ളിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, എനിക്കിത് അറിയാഞ്ഞിട്ടൊരു സമാധാനവും ഇല്ല എന്ന് പറയാണ് കേട്ടോ രോഹിത്ത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പോലീസ് വരുന്നതാണ്. ഹോസ്പിറ്റലിലേക്ക് പോലീസ് വരുന്നുണ്ട്. അപ്പം ഡോക്ടർമാർ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഡോക്ടർ ശർമ്മയെ കാണുകയാണ് പോലീസുകാർ. അപ്പം ശർമ്മ പറയുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ കുട്ടിയാണ്, അവിടെ നിൽക്കുന്ന കുട്ടിയാണ്, അവിടുത്തെ സെർവൻ്റാണ്, ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഡോഗാണ് ഇങ്ങനെ കാണിച്ചു തന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാണ്. വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് ഇവരാരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയാണെന്ന് ശർമ്മ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനോട്, അപ്പോൾ ഇത് മനു ഉണ്ടല്ലോ അവിടെ, അപ്പോൾ ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ മകനാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, ഞങ്ങൾ ഏതായാലും ആ കുട്ടിയോട് സംസാരിക്കട്ടെ, നിങ്ങൾ ഇവിടെ നിന്ന് പോവരുത് എന്ന് മനുവിനോടും പറയുന്നുണ്ട്. അപ്പോൾ മനു എന്താ ചെയ്യുന്നത്, എവിടെ വർക്ക് എന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ്റെ ജോലി എന്താണെന്നും മനുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ടൗണിൽ തന്നെ ടെക്സ്റ്റൈൽസും അതുപോലെ ജ്വല്ലറിയൊക്കെ നടത്തുകയാണെന്ന് പറയുന്നുണ്ട്. മനു ആണെങ്കിൽ എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്താണ് വിളിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ രാവിലെ പോരുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ രാവിലെ മനു വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പോരുന്ന സമയത്ത് മനു വീട്ടിലുണ്ട്. അപ്പം പോലീസ് പറയുന്നു, അപ്പോഴാണ് പോലീസിനൊരു ഡൗട്ട് മനുവിനെ തോന്നുന്നത് കേട്ടോ. മനു വീട്ടിലുണ്ടായിരുന്നല്ലോ ബാലചന്ദ്രൻ പോരുന്ന സമയത്ത്. അപ്പോൾ പോലീസ് അതും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് മനുവിനോട് പോവരുത് എന്ന് പറയുന്നത്. അങ്ങനെ പക്ഷേ മനുവിനെ അറിയാം, മനു ഒന്നും ചെയ്തിട്ടില്ല എന്നും മനുവിനും ബാലചന്ദ്രനും അലീനയ്ക്കും അറിയാം. പക്ഷേ പോലീസ് ബാലചന്ദ്രനോട് ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആരാണ് ലാസ്റ്റ് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു ആണ് പോകുന്നത് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ പോലീസിനൊരു ഡൗട്ട്, മനു എന്തെങ്കിലും ചെയ്തതാണോ, അത് സ്വാഭാവികമാണ്, പോലീസുകാരുടെ
ഒരു സ്വാഭാവിക ബുദ്ധിയിൽ തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലാസ്റ്റ് പോകുന്നത് മനു ആകുമ്പോൾ ആരാണെങ്കിലും അങ്ങനെ സംശയിച്ച് പോകുന്നതാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതൊന്നും കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഞങ്ങൾ ഏതായാലും ആ കുട്ടിയോട് സംസാരിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാം, അതുവരെ നിങ്ങൾ ഇവിടെ നിന്ന് പോവരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാർ അലീനയോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. അതേസമയം വീട്ടിലാണെങ്കിൽ വൈജ കമലയെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ആകെ ബ്ലഡാണ്, പക്ഷേ മോഷണ ശ്രമം ഒന്നുമല്ല കമലേട്ടെത്തി. ഇവിടെ ഒന്നുകിൽ അവളുടെ കാമുകന്മാർ ആരെങ്കിലും ആയിരിക്കും, അല്ലാതെ ഇപ്പോൾ മോഷണ ശ്രമമാണെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പോവണ്ടേ, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ഏടാകൂടം ഒപ്പിച്ചിട്ടുണ്ടാവും, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലയും പറയുന്നുണ്ട്, ഇനി ഏതായാലും ഒരുപാട് പൈസ ചിലവാകുമല്ലോ എന്ന് പറയുമ്പോൾ, അതെ എനിക്ക് അത് ഓർത്തിട്ടാണ്, ബാലചന്ദ്രൻ്റെ കുറച്ച് പൈസ ചിലവായി പോകും എന്ന് ഇങ്ങനെ പറയുകയാണ് വൈജയന്തി. അതേ സമയത്ത് മുത്തശ്ശി ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, വൈജയെ നീ ഇവിടെ ഇങ്ങോട്ടേക്കൊന്ന് വന്നേന്ന് പറയുമ്പോൾ, ഇതേ അമ്മ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് അമ്മയെ നോക്കിയിട്ട് വരാം, അമ്മയ്ക്ക് ഇങ്ങനെ സംശയമാണ്, അമ്മയ്ക്ക് ഭയങ്കര സങ്കടവും കരച്ചിലും വിഷമമൊക്കെയാണ് എന്ന് പറയുമ്പോൾ, അമ്മയുടെ ഒരു കാര്യം ഏതോ ഒരുത്തിക്ക് വേണ്ടിയിട്ട് അമ്മ കണ്ണീരൊഴുക്കുന്നതെന്നും പറഞ്ഞ് കമലയും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജ ഫോൺ കട്ടാക്കിയതിന് ശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, എന്തായി, എന്തെങ്കിലും വിവരം കിട്ടിയോ, ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, കുഴപ്പമൊന്നുമില്ല അമ്മ, അവൾ കണ്ണ് തുറന്നിട്ടുണ്ട്, അവൾക്ക് ബോധം വന്നിട്ടുണ്ട്, സംസാരിക്കാനായിട്ടുണ്ട്, പോലീസ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അവളുടെ മൊഴി എടുക്കാനായിട്ട് എന്ന് പറയാണ് വൈജ. അങ്ങനെ എൻ്റെ ദൈവമേ, ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു, ആ കൊച്ചിനെ രക്ഷപ്പെട്ട് വന്നാൽ മതിയായിരുന്നു, ആരാണാവോ അതിനോട് ഇത്രയും പാതകം ചെയ്തത് എന്നൊക്കെ അങ്ങനെ പദം പറഞ്ഞുകൊണ്ട് കരയാണ് മുത്തശ്ശി. അതിനുശേഷം പോലീസ് വന്ന് അലീനയെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ പോലീസ് അവളോട് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്ന ഒരു റീസൺ. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ആക്രമിച്ചതാണോ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, എന്താണ് അവിടെ ശരിക്കും ഉണ്ടായതെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നത്, എന്നെ ആരും ആക്രമിച്ചതൊന്നുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു കാര്യമാണ് എന്ന് പറയാം കേട്ടോ അലീന. ആ രീതിയിലാണ് അലീന പറയാൻ സാധ്യതയുള്ളത് കേട്ടോ. അല്ലാതെ വേറൊരാൾ കുത്തി എന്ന് പറയുമ്പോൾ അത് കേസ് അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോവുകയും ഹരിയല്ല രോഹിത്തും മിക്കവാറും കുറ്റക്കാരനാവുന്ന ഒരു സിറ്റുവേഷൻ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അലീന പറയുന്നത്, ഇത് ആരും കുത്തിയതല്ല, ഞാൻ മുകളിൽ നിന്നൊക്കെ ക്ലീൻ ആക്കി വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഈ കത്രിക ഉണ്ടായിരുന്നു, അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് അബദ്ധത്തിൽ ഷോള് ഇങ്ങനെ നിലത്തേക്ക് വീണിട്ട് ആ ഷോളിൽ ചവിട്ടി സ്ലിപ്പായപ്പോൾ ഞാൻ താഴേക്ക് വീണതാണ്. ആ വീഴുന്ന വീഴ്ചയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്രിക എനിക്ക് എവിടെയും പിടുത്തം കിട്ടാതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കത്രിക എൻ്റെ കൈകൊണ്ട് തന്നെ എൻ്റെ വയറ്റിൽ കൊണ്ടതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. മിക്കവാറും അലീന ഇങ്ങനെയാണ് പറയാനായിട്ട് സാധ്യത, ഒരാൾ ചെയ്തു എന്ന് പറയാൻ സാധ്യത തീരെയില്ല കേട്ടോ. ഇത് എൻ്റെ ഒരു ഇമാജിനേഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മിക്കവാറും അലീന പറയാൻ സാധ്യതയുള്ളത് അവളുടെ കയ്യിൽ നിന്ന് തന്നെ അബദ്ധത്തിൽ സംഭവിച്ച ഒരു കാര്യമായിട്ടാണ്. അപ്പം അലീനയ്ക്ക് അറിയില്ലല്ലോ ഞാൻ എവിടെയായിരുന്നു കിടന്നിരുന്നത് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെന്ന സമയത്ത് സ്റ്റെയറിൻ്റെ താഴെയാണ് കിടന്നിരുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ടാണ് കേട്ടോ അലീന ഇങ്ങനെ പറയാനുള്ളൊരു സാധ്യതയുള്ളത്. അലീന തൻ്റെ കയ്യിൽ നിന്ന്, ഇനിയിപ്പോൾ റൂമിൽ വെച്ചാണെങ്കിൽ പോലും തൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ തൻ്റെ വയറ്റിൽ കൊണ്ടു എന്നുള്ള ഒരു റീസണാണ് അലീന പറയാനായിട്ട് സാധ്യതയുള്ളത്. ഒരിക്കലും രോഹിത്തിൻ്റെ ഹരിയുടെ പേര് പറയുന്നില്ല കേട്ടോ. അങ്ങനെ പോലീസ് മൊഴിയെടുത്തതിന് ശേഷം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനും മനുവൊക്കെ പുറത്തുണ്ടല്ലോ, അവരോട് കാര്യം പറയാണ്, അവളുടെ കയ്യിൽ നിന്ന് തന്നെ കൊണ്ടതാണെന്നാണ് പറഞ്ഞത് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് മനുവിനോടും ബാലചന്ദ്രനോടും കേട്ടോ. അപ്പോൾ ആരും വീട്ടിലേക്ക് വന്നതല്ല എന്ന് മനസ്സിലാവണം. പക്ഷേ അപ്പോഴും സംശയം മാറുന്നില്ല, വീട് ലോക്കായിട്ടില്ലല്ലോ, അങ്ങനെ ഒരു റീസൺ. അപ്പോൾ അതിനും അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീട് ലോക്ക് ചെയ്യാൻ മറന്നു പോയതായിരുന്നു എന്നുള്ള കാര്യമാണ് അലീന പറയുന്നത് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും പോലീസ് മൊഴിയെടുത്തതിന് ശേഷം തിരിച്ചു പോവുകയാണ്. അതേസമയം ബാലചന്ദ്രൻ വൈജയന്തിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പോലീസ് മൊഴിയെടുത്തു, അപ്പോൾ അലീന ഇങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ വൈജയന്തിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ലേറ്റായിട്ടും രോഹിത്ത് വീട്ടിലേക്ക് എത്തുന്നില്ലല്ലോ. അപ്പോൾ അതേസമയം കൃഷ്ണയും ബബിതൊക്കെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്, പക്ഷേ അവരുടെ സീനുകളൊന്നും വല്ലാണ്ട് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ രോഹിത്ത് വീട്ടിലേക്ക് എത്താത്തത് കാരണം വൈജയന്തി രോഹിത്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. നീ എവിടെയാണ്, നീ എന്താ വരാൻ ഇത്ര വൈകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്, ഇതേ അമ്മേ ഞാൻ ഇപ്പോൾ വരാം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് എന്നിട്ട് അമ്മ എന്താ സംഭവിച്ചത്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ഭയങ്കര പാനിക്കായിട്ടാണ് സംസാരിക്കുന്നത്. ആ പ്രശ്നമൊന്നുമില്ല, അവളുടെ കയ്യിൽ നിന്ന് തന്നെ അബദ്ധത്തിൽ വയറ്റിൽ കൊണ്ടു എന്നാണ് അവൾ പോലീസിന് കൊടുത്ത മൊഴി, അവൾ തന്നെ പോലീസിന് കൊടുത്തതാണ്, അല്ലാതെ അവളെ വേറെ ആരും ആക്രമിച്ചതൊന്നും അല്ല എന്നാണ് അവൾ പറയുന്നത് എന്ന് വൈജയന്തി രോഹിത്തിനോട് പറയണം. അപ്പോൾ രോഹിത്തും ഹരിയും കൂടിയാണ് ഈ ഫോൺ ചെയ്യുന്നതും ഇത്രയും കേൾക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സമാധാനമാവണം. അപ്പോൾ അവരുടെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം അലീന അങ്ങനെ പറയാഞ്ഞത് എന്നുള്ളത് അവർക്ക് ഒരിക്കലും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ.
അപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അമ്മേ ഞാൻ വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതേസമയം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഹരി പറയുന്നുണ്ട്, ഏട്ടാ അവൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പേര് പറയാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇനിയിപ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ജോലി പോകുമെന്ന് പേടിച്ചോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയട്ടോ. എന്താണെങ്കിലും അവരുടെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു സമാധാനം, ആശ്വാസം അവർക്ക് 2 പേർക്കുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. പിന്നീട് അലീന ഡോക്ടർക്ക് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. ഡോക്ടറാണ് വന്ന് രക്ഷിച്ചത് എന്നുള്ള രീതിയിൽ ഡോക്ടർ റിങ്കു ആണ് വന്ന് രക്ഷിച്ചത്. പിന്നീട് അലീന ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുന്ന സമയത്ത് റിങ്കുവിനെ കാണുകയും റിങ്കുവിനെ കെട്ടിപ്പിടിക്കുകയും നീയാണല്ലേടാ എന്നെ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്ന എപ്പിസോഡുകൾ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര രസകരമായ എപ്പിസോഡ് കേട്ടോ. നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്ന ഒരു എപ്പിസോഡ്. അലീന ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് എത്തിയതിന് ശേഷം റിങ്കുവിനെ കാണുകയും ഡോക്ടർ തന്നെ റിങ്കുവിനെയും കൊണ്ടിട്ട് അലീനയെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത്രയും നാൾ റിങ്കു അലീനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർക്ക് ദേഷ്യമായിരുന്നു. പക്ഷേ പിന്നീട് ഡോക്ടർ തന്നെ റിങ്കുവിനെയും കൂട്ടിയിട്ട് അലീനയെ കാണാനായിട്ട് വരികയും അവർ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഇനി വരാനായിട്ട് പോകുന്നുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ഭയങ്കര നമുക്ക് ഒരുപാട് കണ്ണിന് കുളിർമയേകുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഭാഗമാണ് അത്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ഭാഗങ്ങളൊക്കെ ഉടനെ തന്നെ സംഭവിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.